ഞാനൊരു സാധനം പറയാം. ഇന്ന് നമുക്ക് ഒരു ഡയമണ്ട് നിങ്ങൾക്കെങ്ങനെ കിട്ടും, നിങ്ങൾക്കെങ്ങനെ ഒരു ഡയമണ്ടായി മാറാം, നിങ്ങൾക്കെങ്ങനെ ഒരു ഡയമണ്ട് കിട്ടും എന്നതിനെക്കുറിച്ച് പഠിക്കാം. എന്താണ് ഒരു ഡയമണ്ട്? ഒരു വ്യക്തി എങ്ങനെ ഒരു ഡയമണ്ടായി മാറും, നിങ്ങൾക്കെങ്ങനെ ഒരു ഡയമണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് സ്റ്റഡി ചെയ്യാം നമുക്ക്. ഒരു ഡയമണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെല്ലാം ഘടകങ്ങളുണ്ട്. ഒരു ഡയമണ്ട് നമ്മൾ വരയ്ക്കുകയാണ്. നമ്മൾ ഡയമണ്ട് വരയ്ക്കുന്നത് ഇങ്ങനെയല്ലേ? അല്ലേ? ഡയമണ്ട് വേറെ രൂപങ്ങളിൽ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. ഒരു ഡയമണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിജയിക്കുന്ന ഒരു ഡയമണ്ട്. ഡയമണ്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ലോകത്തിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഡയമണ്ട്. സ്ട്രോങ്ങസ്റ്റ്, അതായത് ഡയമണ്ട് കൊണ്ട് മാത്രമേ പൊട്ടിക്കാൻ പറ്റുള്ളൂ. അത്രയും സ്ട്രോങ് ആണ് ഡയമണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആളായി, ഒരു വ്യക്തിയായി നിങ്ങൾക്ക് എങ്ങനെ മാറാം എന്നുള്ളതാണ് ഘടകം. അതിന് ഒന്നാമത് നമ്മൾ പറയുന്ന അറിവാണ്. നോളജ്. അറിവുകൾ സമ്പാദിക്കണം, പലതരത്തിലുള്ള അറിവുകൾ, ആയിരക്കണക്കിന് കാര്യങ്ങളിൽ നിന്ന് കണ്ടും കേട്ടും പഠിക്കണം, അറിവുകൾ സമ്പാദിക്കണം. ഈ അറിവുകളെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളാക്കി മാറ്റാൻ പറ്റണം. കഴിവുകളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? സ്കിൽ. അറിവുകളെ കഴിവുകളാക്കി മാറ്റാൻ പറ്റണം. ഇപ്പോൾ ഒരു സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാം, ഒരു വ്യക്തിയോട് എങ്ങനെ സംസാരിക്കാം, ഒരു കട എങ്ങനെ നടത്താം എന്നൊരു ബുക്കിൽ വായിച്ച് മനസ്സിലാക്കുകയോ ഒരു അധ്യാപകൻ പറഞ്ഞു തരികയോ ചെയ്താൽ അത് നിങ്ങളുടെ തലയിലേക്ക് കയറിയ അതിൻ്റെ അർത്ഥം എന്താണ്? അത് അറിവാണ്. ആൾ പറഞ്ഞുകൊണ്ടിരുന്ന അതൊരു ഇൻഫർമേഷൻ മാത്രമാണ്. അത് നിങ്ങളുടെ തലയിലേക്ക് കയറി അത് നിങ്ങളുടെ തലയിൽ ഓർമ്മയുണ്ടെങ്കിൽ അതൊരു അറിവാണ്. ആ അറിവിനെ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴാണ് അത് കഴിവായി മാറുന്നത്. സാമ്പാർ ഡെയിലി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു കട യഥാർത്ഥത്തിൽ റെൻറ്റിനെടുത്ത് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഉപയോഗിച്ച് നടത്തുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് സംസാരിക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നു പഠിച്ചിട്ട് സംസാരിക്കുന്നു, അതൊരു കഴിവാണ്. അതൊരു കഴിവായി മാറുകയാണ് നിങ്ങളുടെ ആ അറിവ്. ഇങ്ങനെയുള്ള കഴിവ് ഡെവലപ്പ് ആകുമ്പോൾ നിങ്ങൾക്കൊരു സ്വഭാവവും ഒരു പെരുമാറ്റ രീതിയും വേണം. അത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്. ഇല്ലേ? പലരും പല രീതിയിലല്ലേ പെരുമാറുന്നത്, പലരുടെയും പല സ്വഭാവമല്ലേ. ആ സ്വഭാവത്തിനെ ശുദ്ധീകരിച്ച് കൊണ്ടുവരണം അറിവ് നേടുന്നതനുസരിച്ച്. അതിനെ കഴിവാക്കി മാറ്റിക്കൊണ്ട് അതിനെ ബെറ്റർ, നല്ല പെരുമാറ്റമാക്കി മാറ്റണം. ഇപ്പം നമ്മുടെ ഒരു കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ ചില ആൾക്കാരെ കാണാൻ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടും. ചിലപ്പോൾ നമ്മുടെ ഒരു ആൻറ്റി പറഞ്ഞാൽ നമ്മുടെ ഫേവററ്റ് ആയിരിക്കും. അത് ഒരു 5 മാസം കഴിഞ്ഞ് കാണുമായിരിക്കും. അപ്പോൾ ആൻറ്റി എവിടെയെന്നാണ് നമ്മൾ ഈ 1000 ആൾക്കാരുടെ ഇടയിൽ തപ്പുക. അയ്യോ ആൻറ്റി എവിടെ എന്ന് നോക്കും. അവരുടെ പെരുമാറ്റവും സ്വഭാവവും നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഒരുപാട് പേർക്ക് അവർ ഇഷ്ടമായിരിക്കും. ആ ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ സ്വഭാവത്തിനെയും പെരുമാറ്റത്തിനെയും നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്യാൻ പറ്റണം. ഓക്കെ, ബെറ്ററാക്കി കൊണ്ടുവരണം. ഇങ്ങനെയുള്ള നമ്മളുടെ കഴിവും നമ്മളുടെ പെരുമാറ്റ രീതിയൊക്കെ നമ്മളുടെ അറിവിനനുസരിച്ച് നമ്മൾ ബെറ്ററാക്കി കൊണ്ടുവരുന്നത് നമ്മളുടെ എന്താക്കി മാറ്റണം? നമ്മളത് സ്ഥിരതയിൽ കൊണ്ടുവരണം. സ്ഥിരതയ്ക്ക് എന്ത് പറയും നമ്മൾ? സ്ഥിരമായിട്ടുള്ള നമ്മൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് പല്ല് തേക്കും, ഫ്രഷാവും, കുളിക്കും, പ്രാർത്ഥിക്കും, അല്ലേ? അത് നമ്മളുടെ ഒരു ചിട്ടയാണ്, അല്ലേ? അങ്ങനെ നമുക്കൊരു ചിട്ട ഡെവലപ്പായി വരണം, ഒരു ഹാബിറ്റ് ഡെവലപ്പായി വരണം, അതൊരു ഹാബിച്വൽ ആക്ഷനായി മാറണം. ഓക്കെ, ഈ ഹാബിറ്റ് എല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ള ഒരു ലക്ഷ്യവും ആ ലക്ഷ്യത്തിന് യോജിക്കുന്ന ഒരു വഴിയും പ്ലാനിങ്ങും
അതായത് മൊത്തത്തിലൊരു സ്ട്രാറ്റജി, ഇന്ന രീതിയിലാണ് നമുക്ക് അവിടെ എത്തേണ്ടത് എന്നുള്ള ഒരു ലക്ഷ്യബോധവും ആ വഴിയും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ലക്ഷ്യം, വഴി, അതിനെത്താനുള്ള നിങ്ങളുടേതായിട്ടുള്ളൊരു മെത്തേഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിന് മൊത്തത്തിൽ നമുക്കൊരു സ്ട്രാറ്റജി എന്ന് പറയാം. ഓക്കെ, ഇത്രയും ഘടകങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഡയമണ്ടായി മാറി, വിജയിക്കുന്ന ഒരു ഡയമണ്ട്. അതായത് കുറേ അറിവുണ്ടായിട്ട് കാര്യമുണ്ടോ? കുറേ അറിവുണ്ട്, ഭയങ്കര അറിവാണ്, വെറുതെ വീട്ടിനകത്ത് ഇരിക്കുകയാണ്, എന്തെങ്കിലും കാര്യമുണ്ടോ? ആ അറിവ് നമുക്കൊരു ലക്ഷ്യമാക്കി മാറ്റാൻ പറ്റണം. അതിനനുസരിച്ച് കഴിവുകൾ ഡെവലപ്പ് ചെയ്യണം, അതിനനുസരിച്ച് സ്വഭാവവും പെരുമാറ്റവും ഡെവലപ്പ് ചെയ്യണം. അത് നമ്മളുടെ ചിട്ടയായി മാറണം, അത് നമ്മളുടെ ഒരു ഹാബിച്വൽ ആക്ഷനായി മാറണം, അതൊരു സിസ്റ്റവുമായി മാറണം. ഓക്കെ, അങ്ങനെ അതിനെ ഒതുക്കി കൊണ്ടുപോയി അത് ലക്ഷ്യത്തിലേക്ക് പോകുന്ന രീതിയായി മാറണം. അങ്ങനെയായി മാറിയാൽ നിങ്ങൾ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയായി മാറും. ഡയമണ്ട് ലോകത്തിന് ഉപയോഗമുള്ള, സ്വയം പ്രകാശിക്കുന്ന, ചെറിയൊരു ലൈറ്റ് കിട്ടിയാൽ പോലും അത്ഭുതകരമായി പ്രകാശിക്കുന്ന സൂര്യൻ്റെ പോലെയുള്ള ഒരു പദാർത്ഥം ആണ് ഡയമണ്ട്. അതുപോലെ സ്ട്രോങ്ങും ആവും, എല്ലാവർക്കും ഇഷ്ടമുള്ളതാവും, ഏറ്റവും മൂല്യമുള്ളതുമായി മാറും. അങ്ങനെ മൂല്യമുള്ള വ്യക്തിത്വങ്ങളായി മാറണമോ ഈ കാര്യങ്ങൾ പാലിക്കണം. ഇത് ശ്രദ്ധയിൽ വയ്ക്കുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇതൊരു അറിവാണ്. ഇപ്പം ആ അറിവ് വെച്ച് സ്വന്തം കഴിവിനെയാണോ ഡെവലപ്പ് ചെയ്യേണ്ടത്? ഇതെല്ലാം ഉണ്ടല്ലോ, ഈ അറിവ് കഴിവാക്കി മാറ്റണം. എന്താണ് ഗ്രഹനില എന്ന് പഠിക്കാം എന്നൊരാൾ പറയുന്നു, അത് പഠിപ്പിച്ചും തരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു അറിവായി. അത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോഴാണ് നമ്മുടെ കഴിവായി മാറുള്ളൂ. അല്ലെങ്കിൽ ഇരുന്ന് കേൾക്കാനേ പറ്റുള്ളൂ. നമ്മൾ ചെയ്തു തുടങ്ങിയാൽ നമ്മളുടെ ഒരു കഴിവായി അത് മാറും. ആ കഴിവ് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ ആവശ്യത്തിനനുസരിച്ചുള്ള സ്വഭാവമായ രൂപത്തിൽ ചെയ്യണം, അത് ചിട്ടയോടുകൂടി ചെയ്യണം, അത് ഒരു ലക്ഷ്യബോധത്തോടു കൂടി, ഒരു മാർഗത്തോടു കൂടി ചെയ്താൽ അത് ലോകത്തിന് ഉപയോഗപ്പെടും. അപ്പം പ്രകാശിക്കാൻ തുടങ്ങും. അതിപ്പം ഒരു പടം വരയ്ക്കാൻ ഒരുവിധം അറിയാവുന്ന കുട്ടിക്കല്ലേ ആ ഒരു സ്കില്ല് ഉണ്ടാവുകയുള്ളൂ. അന്നേരം വലിയ ആ അറിവ് കിട്ടിയിട്ട് കാര്യമുള്ളൂ. അതായത് പടം വരയ്ക്കാൻ അറിയില്ല ഒരു കുട്ടിക്ക്, ആ അറിവ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പം പടം വരയ്ക്കാനുള്ള അറിവാണല്ലോ ആദ്യം നേടേണ്ടത്. ശേഷമാണ് അതിനെ കഴിവാക്കി മാറ്റുന്നത്, ശേഷമാണ് അതിലൊരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കുന്നത്, ശേഷം അത് സ്ഥിരതയിലാക്കുകയാണ്. അങ്ങനെയാണ് ആ പ്രകാശം സഞ്ചരിക്കുന്നത്. ഈ അറിവ് ആദ്യം ഇങ്ങോട്ട് സഞ്ചരിച്ച് ലൈറ്റ്, ശേഷം ആ ലൈറ്റ് ഇവിടെ അടിച്ച്, ശേഷം ആ ലൈറ്റ് ഇവിടെ അടിക്കും. ഓക്കെ, ഇങ്ങനെയാണ് അത്. ഇതുവഴിയാണ് അത് ഇതുവഴിയാണ് അത് പുറത്ത് കാണുന്നത്. ആ പ്രകാശം ഇതുവഴി കാണും, കുറച്ച് ഇതുവഴി കാണും. വേറെന്താണ് ചോദ്യം? ഒരാളിലുള്ള സ്കില്ല് അത് ഡെവലപ്പ് ആവില്ലേ ചെയ്യുന്നത്? ഇല്ല, ഒരാളിന് സ്കില്ലില്ല. എന്നാലും സ്കില്ല് ഡെവലപ്പാക്കി എടുക്കുന്നതാണ് സ്കില്ല്. ഓക്കെ, ഇപ്പം പടം വരയ്ക്കുന്നു, പാട്ട് പാടുന്നു. ഇപ്പം എല്ലാവർക്കും പാട്ട് പാടാൻ പറ്റില്ലല്ലോ. അവരുടെ സൗണ്ട് എത്ര പ്രാക്ടീസ് ആഗ്രഹം കാണും, പക്ഷെ സൗണ്ട് മോശം. അപ്പോൾ ആ അറിവ്, പാട്ട് പഠിക്കണമെന്നുള്ള അറിവ് കിട്ടിയാലും ആ കുട്ടിക്ക് ഇങ്ങനെ പാട്ട് പാടാൻ പറ്റും. അപ്പൊ അറിവ് കിട്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യണമല്ലോ. ആ സൗണ്ട് പോയാണ്, ആ സൗണ്ട് വെച്ച് എങ്ങനെ സൗണ്ട് ബെറ്റർ ആക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ യേശുദാസ് പാടും പോലെയാണോ ചിത്ര പാടുന്നത്? അത് സ്ത്രീ ശബ്ദമല്ലേ. എനിക്ക് യേശുദാസിനെ പോലെ പാടണമെന്ന് ചിത്ര പറഞ്ഞ, അതുകൊണ്ട് രണ്ടാണ്. അതിൽ ഭംഗി കൂട്ടുക എന്നുള്ളതാണ്, ഇതിൽ ഭംഗി കൂട്ടുക എന്നുള്ളതാണ്. ഘോരമായി തൊണ്ടയിൽ കനമുള്ള ഒരാൾ പാട്ട് പഠിക്കുന്നു, അപ്പം ആ പാട്ടും ആവശ്യമുള്ള ആൾക്കാരുണ്ട്. അതുപോലെ പാടാൻ മറ്റേ രണ്ടുപേർക്കും പറ്റണമെന്നില്ല.
അതുകൊണ്ട് പാട്ട് ഒരുപാട് തരമുണ്ട്, ഒരുപാട് ആവശ്യങ്ങളും ഉണ്ടാകും ലോകത്തിന്. അതുകൊണ്ട് ഏത് ചീത്ത ഏത് നല്ലതെന്ന് നമുക്ക് അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ലോകത്തിലുള്ള മൊത്തം മനുഷ്യരും യേശുദാസിനെ മാത്രം ഇഷ്ടപ്പെടണ്ടേ? അല്ല. ശരിയാണ്. വൈക്കം വിജയലക്ഷ്മിയുടെ സൗണ്ട് വെറൈറ്റി സൗണ്ടാണ്. അപ്പം ആ സൗണ്ടിൽ പാടുമ്പോൾ അത് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് ആ സൗണ്ടിന് ഓക്കെ. ഓരോന്നിനെയും ഇതുപോലെ ബെറ്റർ ആക്കി കൊണ്ടുവന്നാൽ എല്ലാവരും നമ്പർ 1 ആവും ആ കാര്യത്തിൽ. അപ്പോഴും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. എല്ലാവർക്കും വേണ്ടിയിട്ടല്ല എല്ലാം. ചില കാര്യങ്ങൾ കുറച്ചു പേർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഓക്കെ, വേറെന്താ ക്വസ്റ്റ്യൻ? ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ചോദിക്കാനുള്ളത്? എന്ത് മനസ്സിലായി? ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ചോദ്യം ഉരുത്തിരിഞ്ഞ് പറഞ്ഞാൽ അഭിപ്രായം പറഞ്ഞാൽ അഭിപ്രായം എന്താണ്? ഇത് എപ്പോഴാണ് നമുക്ക് ജീവിതകാലം മൊത്തം അങ്ങനെ കഴിവെടുത്ത് പെരുമാറ്റത്തിൽ മാറ്റം ഉണ്ടായി, അങ്ങനെ ചിട്ട ഉണ്ടാക്കി അങ്ങനെ ലക്ഷ്യത്തിലെത്തുക എന്ന് പറയുമ്പം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എക്കാലവും പറ്റുമോ, അതോ തുടക്കത്തിലേ ചെയ്യണമോ, അതോ കതിരുമേ വളം വയ്ക്കണമോ? അങ്ങനെ എപ്പോൾ വേണോ ചെയ്യാം. ഇപ്പോഴാണ് ഈ അറിവ് കിട്ടിയത്, ഇപ്പം മുതൽ ചെയ്തു തുടങ്ങും. കുറച്ച് ഉള്ളത് വെച്ച് ചെയ്തു തുടങ്ങും. ഇമ്പ്രൂവ് ആയി ഡയമണ്ടായി മാറും. അങ്ങനെ ആവാൻ പറ്റുമോ? അതായത് ഒരു പ്രായം എത്തുമ്പം കതിരുമേ വളം വെച്ചിട്ട് പ്രായം എന്നുള്ളത് ഒരു ഘടകം മാത്രമാണ്. 1 വയസ്സിന് മരിച്ചു പോകുന്ന കുട്ടികളുണ്ട്, 100 വയസ്സുമായിട്ട് മരിക്കാത്ത അപ്പൂപ്പന്മാരും ഉണ്ട്. അതുകൊണ്ട് പ്രായം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു തോന്നൽ മാത്രമാണ്. സമയത്തിനനുസരിച്ച് നമ്മൾ സഞ്ചരിച്ച ദൂരം എന്നുള്ള അർത്ഥം മാത്രമേ അതിനുള്ളൂ. എപ്പോൾ വേണോ പഠനം ആരംഭിക്കാം. 100ാമത്തെ വയസ്സിലും ആരംഭിക്കാം. ആൾക്ക് 120 പറഞ്ഞേക്കുന്നെങ്കിൽ 100ാമത്തെ വയസ്സിലും ആരംഭിക്കാം. എപ്പോൾ വേണോ, ആഗ്രഹം നല്ലതിന് വേണ്ടിയാണോ ആരംഭിക്കാം. അത്രേ ഉള്ളൂ. എന്താണ് വേറെ? എന്താണ് ആവശ്യമെന്ന് കണ്ടെത്തണം. ഇത് മാത്രം പോരല്ലോ. ഇത് വേണം, ഇത് വേണം, ഇത് വേണം, ഇത് വേണം. ഇതെല്ലാം വേണമോ എന്ന് നിശ്ചയിച്ചിട്ടേ തുടങ്ങാവൂ. വേറെന്താണ് ക്വസ്റ്റ്യൻ? എന്താണ് ഇത് മനസ്സിലായെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ തനിയെ ഉണ്ടായിക്കോളും. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്നുള്ളത് എഴുതുക, പറയുക. ആവണം. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതെന്ത് മനസ്സിലായി? പറയുന്നുണ്ട് അതിനകത്ത് അറിവാണ്. ഇത് അതിനുശേഷം നമ്മൾ അതിനെ കഴിവിലേക്ക് മാറ്റേണ്ടതാണ്. അത് അറിയുമ്പോൾ നമ്മൾ പലരും അറിയുന്നതാണ്. നമുക്കിത് അറിഞ്ഞു, നമ്മളുടെ സ്വഭാവം മാറും. പലർക്കും മാറുമല്ലോ സാർ. ഇത് നമ്മൾ അതിന് ഒരു കട തുറന്നു, കടയിൽ പോയി ഇതെല്ലാം അറിയുമ്പോൾ നമ്മളൊരു വലിയ എല്ലാം അറിഞ്ഞ ഒരു വെത്തനത്തിൽ നമ്മൾ ഇരിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ ടൈമിലാകാൻ പറ്റത്തില്ല. അതല്ലേ സാർ? അങ്ങനെയോ? അതായത് അറിവ് മാത്രം നേടിയിട്ട് അതാണ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല. എല്ലാത്തിനും ഡെവലപ്പ് ചെയ്യണം. ആ സ്വഭാവം ഒന്നും ആവശ്യമുള്ള ക്യാരക്ടർ മാറും. ഇനി അതിനൊരു പേഴ്സൻറ്റേജ് കൂടെ പറയാം. അറിവ് 10% കൊടുക്കാം. ഇതിൻ്റെ ഇരട്ടി പ്രാധാന്യം ഇതിന് കൊടുക്കാം, 20%. ഇതിനേക്കാളും കൂടുതൽ പേഴ്സൻറ്റേജ് ഇതിന് കൊടുക്കാം, 30%. ഇതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഇതിന് കൊടുക്കാം, 40%. പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ട് ഇതിപ്പോൾ തന്നെ 100 30 + 20 + 40 + 10 100. ഓക്കെ, ഇതിന് 100% പ്രാധാന്യമാണ്. ലക്ഷ്യം എന്തിനു വേണ്ടിയാണ് ഇതെന്നുള്ളത്, അത് ഏത് വഴിയിൽ കൂടെ നേടുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഇത് ഭയങ്കര പ്രാധാന്യമാണ്. ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കണം. അറിവ് നേടിയെന്ന് പറഞ്ഞിട്ട് എല്ലാം ആയില്ല. ആ അറിവിനെ കഴിവാക്കി മാറ്റണം. അപ്പോൾ അതിൻ്റെ ഇരട്ടിയായുള്ളൂ. അതിനെ നമ്മുടെ ഒരു സ്വഭാവമാക്കി മാറ്റണം. അതിനെ നമ്മളുടെ ചിട്ടയാക്കി നമ്മൾ മാറ്റണം. ആ ചിട്ടയെ ആ ചിട്ട വഴി ആ ലക്ഷ്യം നേടാനും അതിൻ്റെ വഴി നല്ലതായിരിക്കണം. ഇങ്ങനെ ഉറപ്പിച്ചാൽ മാത്രമേ ജീവിതത്തിൽ വിജയം നേടാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള പെർസെൻറ്റേജാണ് ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ വേണമെങ്കിലും പറയാം, 10, 20, 40, 80, 160 അങ്ങനെ വേണമെങ്കിലും പറയാം.
പക്ഷെ പ്രാധാന്യം ഇങ്ങനെയാണ്. പക്ഷെ ഇത് മാത്രമേ ആൾക്കാർ കാണുള്ളൂ. പൊതുവെ അറിവാണ് ആൾക്കാർ കാണുന്നത്, ഉള്ളിലിരിക്കുന്ന അറിവാണ് കാണുന്നത്. പിന്നെ പുറത്ത് കാണുന്ന ഇതാണ് കൂടുതലും. ആൾക്കാരുടെ ലക്ഷ്യമൊന്നും പുറത്ത് കാണാറില്ല. സ്വഭാവവും പെരുമാറ്റവും ഒക്കെയാണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. അറിവുള്ള ഒരാളാണ്, സ്വഭാവം പെരുമാറ്റവും കൊള്ളാം. പിന്നെ ശ്രദ്ധിക്കുന്ന ഇതാണ്, കഴിവാണ്. പക്ഷെ ഇത് രണ്ടും കിടനാണ്. നമ്മുടെ ലക്ഷ്യം ആർക്കും പെട്ടെന്ന് അറിയാൻ പറ്റില്ല, നമ്മുടെ വഴി പെട്ടെന്ന് അറിയാൻ പറ്റില്ല. കാര്യം നമ്മുടെ കൂടെ സഞ്ചരിക്കണം. 24 മണിക്കൂർ അവൻ്റെ കൂടെ സഞ്ചരിച്ചാൽ നമ്മുടെ ജീവിതം എന്താവും? അതുപോലെ തന്നെ ഹാബിറ്റ്. അതുകൊണ്ട് അവനോ തന്നെ ദൈവികമായി പ്രാർത്ഥനയോടുകൂടി നല്ലതിന് വേണ്ടി സഞ്ചരിച്ചോണം. നമ്മുടെ ഹാബിറ്റും ആൾക്കാർ അറിയുന്നില്ല. ചെറുതായിട്ട് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ആ ഹാബിറ്റ് അറിയാൻ പറ്റും. പക്ഷെ ഇത് വീണ്ടും അറിയാൻ പറ്റില്ല. ഇത് മനസ്സിൻ്റെ ഉള്ളിലാണ് നടക്കുന്നത്. അത് ജീവന്റെ ഒരു വാസനയും കൂടിയാണ്. പറയുന്ന ലക്ഷ്യം ഒന്ന്, ചെയ്യുന്ന ഒന്ന് വരെ ആവുന്ന ലോകമാണിത്. ചെയ്യുമ്പോൾ തെറ്റായിട്ട് തോന്നുന്നത് യഥാർത്ഥത്തിൽ നല്ലതായിരിക്കും. അങ്ങനെയും ഉണ്ട്. ഇങ്ങനെ മനസ്സിലാക്കണം. ഓക്കെ, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എഴുതിയിടുക, നമുക്ക് നോക്കാം. ഓക്കെ.